ഹായ് ഹലോ നമസ്കാരം. തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 8707 കോടി രൂപ ചെലവിൽ 60 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽറ്റപ്പ് സ്പേസോടുകൂടിയാണ് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്. ഇതിനകത്ത് 2.7 കോടി 2.70 ലക്ഷം പാസഞ്ചേഴ്സിനെ കൈകാര്യം ചെയ്യാവുന്ന ടെർമിനൽസും അതുപോലെ തന്നെ കാർഗോ കോംപ്ലക്സും ലോജിസ്റ്റിക്സിനുള്ള സംവിധാനങ്ങളും അടക്കം പുതിയ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം അടക്കമാണ് ഈ ഡെവലപ്മെൻറ്റ് വരിക. ഇതിനു വേണ്ടിയിട്ടുള്ള ബാക്കി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പുതിയ റോഡ് ഏറ്റെടുക്കുന്നുണ്ട്, റൺവേ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ബ്രഹ്മോസിൻ്റെ സ്പേസ് അടക്കം ഏറ്റെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ലാൻഡേ ഉള്ളൂ. പക്ഷേ ആ ലാൻഡ് മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഏകദേശം 5500 കോടി എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിൽ നിന്നും റൈസപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ 8707 കോടി ആയിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഡെവലപ്മെൻറ്റാണ് ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് വന്ന് വീഴാൻ പോകുന്നത്. ആൻഡ് ഓൾസോ നമുക്കറിയാവുന്നൊരു കാര്യം, ഇവിടെ നിന്നും 10 കിലോമീറ്റർ അപ്പുറം നഗരപരിധിയിൽ തന്നെ അദാനി ഓപ്പറേറ്റ് ചെയ്യുന്ന വിഴിഞ്ഞം സീപോർട്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ലോജിസ്റ്റിക്സ് ഹബ് ഡെവലപ്മെൻറ്റാണ് ഇതുവഴി പ്ലാൻ ചെയ്യുന്നത്. ടോട്ടലി വിഴിഞ്ഞം തുറമുഖവും തിരുവനന്തപുരം എയർപോർട്ടും ഉൾപ്പെടെ 30,000 കോടിയിലധികം രൂപയാണ് തിരുവനന്തപുരം നഗരത്തിൽ മാത്രം അദാനിയുടെ മാത്രമായി നിക്ഷേപമായി വരുന്നത് അടുത്ത 2028 അപ്പോൾ ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സൈസ് എന്താണെന്നുള്ളത് നമുക്കതോടുകൂടി തന്നെ മനസ്സിലാക്കാമല്ലോ. മറ്റൊരു അപ്ഡേറ്റുമായി എത്താം. ബൈ.